ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. 6th സെമസ്റ്റർ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂരാലിറ്റി ഓഫ് കൾച്ചേഴ്സ് മൊഡ്യൂൾ 2ൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ മൊഡ്യൂൾ 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മധ്യകാല സമന്വയം. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചും ഭക്തി സന്യാസിമാരുടെ സവിശേഷതകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂഫിസത്തെക്കുറിച്ചാണ്. സൂഫിസം മധ്യകാല ഇന്ത്യയിൽ വളർന്നു വന്ന മറ്റൊരു പ്രസ്ഥാനമായിരുന്നു സൂഫിസം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ഒരു മിസ്റ്റിസം എന്നൊക്കെ അറിയപ്പെടുന്നതായിരുന്നു സൂഫിസം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സമന്വിത രൂപമായിട്ട് അല്ലെങ്കിൽ സമന്വിത സമൂഹമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നായിരുന്നു സൂഫിസം എന്ന് പറയുന്നത്. നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ പോലെ തന്നെയായിരുന്നു സൂഫിസവും കാണാനായിട്ട് പറ്റുന്നത്. വിശ്വാസ പ്രമാണങ്ങൾ, ആശയങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നിവ ലളിതമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൂഫി വര്യന്മാർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളാണ് അവരുടെ സൂഫിസം മതത്തിലേക്ക് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഭക്തിയെ പോലെ തന്നെ സൂഫിസവും ജീവിതാത്മം എന്ന് പറയുന്നത് എന്താണ്? ജീവിതാത്മാവ് എന്ന് പറയുന്നത് വ്യക്തിയും പരമാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ദൈവവും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒന്നായി തീരലിലാണ് ആര് വിശ്വസിച്ചിട്ടുള്ളത്? നമ്മുടെ സൂഫിസവും പറയുന്നത് അല്ലേ. സൂഫിസത്തിൻ്റെ അടിസ്ഥാന ആശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ വഹദത്തുൽ വുജൂദ് എന്നാണ്. വഹദത്തുൽ വുജൂദ്. ഈ വഹദത്തുൽ വുജൂദ് അഥവാ ദൈവത്തിൻ്റെ ഏകത്വമാണ്. അതായത് മനുഷ്യാത്മാവിന് ദൈവവുമായുള്ള ഒരു ഐക്യമാണ്. ഐക്യം കൈവരിക്കാനാകും എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? വഹദത്തുൽ വുജൂദ്. ശ്രദ്ധിക്കുക, വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് 2 മാർക്കിന്. അപ്പോൾ വഹദത്തുൽ വുജൂദ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഏകത്വമാണ്. അതായത് മനുഷ്യാത്മാവിന് ദൈവവുമായുള്ള ഐക്യം കൈവരിക്കാനാകും എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പിന്നെന്താണ്? സൂഫി വര്യനായിട്ടുള്ള അൽ ഹല്ലാജ് അനൽ ഹക്ക് അല്ലെങ്കിൽ ഞാൻ തന്നെ സത്യം അഥവാ ഞാൻ ദൈവമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്? സൂഫി വര്യനായിട്ടുള്ള അൽ ഹല്ലാജ് അനൽ ഹക്ക് അല്ലെങ്കിൽ ഞാൻ തന്നെ സത്യം അഥവാ ഞാൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. ഈ സുൽത്താനേറ്റിൻ്റെയും മുഗൾ ഭരണത്തിൻ്റെയും കാലത്താണ് ഇന്ത്യയിൽ സൂഫിസം പ്രചരിപ്പിച്ചത്. അതായത് സുൽത്താനേറ്റിൻ്റെയും മുഗൾ ഭരണത്തിൻ്റെയും കാലഘട്ടത്തിൽ എന്ത് വന്നു? സൂഫിസം വളരെ അധികമായിട്ടുള്ള പ്രചാരം തേടിയിട്ടുണ്ടായിരുന്നു. റഷ്യ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് സൂഫികൾ ഇന്ത്യയിലെത്തിയത്. എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയിലേക്ക് വന്നത്? റഷ്യ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് സൂഫി വര്യന്മാർ എങ്ങോട്ട് വന്നത്? ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളത് അല്ലേ. അവരുടെ ലാളിത്യം, ദൈവത്തോടും മറ്റു ജീവജാലങ്ങളോടുമുള്ള സ്നേഹം എന്നിവ കാരണം വിവിധ മത ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ സൂഫിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. വളരെ ലളിതമായിട്ടുള്ള ജീവിതം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് രോഗികളെ പരിചരിക്കുക, രോഗികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ലളിതമായിട്ടുള്ള അതായത് കമ്പിളി വസ്ത്രങ്ങൾ പോലുള്ള രോമവസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനെയുള്ള ഒരു ആഡംബരമില്ലാത്ത ജീവിതമാണ് ആര് മുന്നോട്ട് വഹിച്ചിട്ടുണ്ടായിരുന്നത്? സൂഫി വര്യന്മാർ വഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കാനായിട്ട് എന്ത് കാരണമായിട്ട് വന്നു? ഈ സൂഫിസം കാരണമായിട്ട് വന്നു. മനസ്സിലായോ? ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ സൂഫി സന്യാസിമാർ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യയിലേക്ക് കടന്നുകൂടിയത് അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ റഷ്യ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണെന്ന്. അപ്പോൾ ഈ സൂഫി സംഘങ്ങൾ എന്നറിയപ്പെട്ടത് ഏകദേശം 14 പേരുണ്ട് എന്ന് അബുൽ ഫസൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അവയിൽ ഇന്ത്യയിൽ വന്ന കുറച്ച് പേരെ ഇവിടെ പ്രധാനപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ചിഷ്തികൾ, സുഹവർദികൾ, ഗാദിരികൾ, പിന്നെ അതുപോലെ തന്നെ ഗുബ്രാവിയകൾ എന്നിവരൊക്കെ തന്നെയും അതിൽ പ്രധാനപ്പെട്ട സൂഫി സംഘത്തിൽപ്പെട്ട വിഭാഗക്കാരായിരുന്നു. പൊതുവായ വിശ്വാസങ്ങൾ പങ്കിടുമ്പോഴും ഓരോ സൂഫി വിഭാഗത്തിനും അതിൻ്റെതായ സ്വഭാവവും തത്വങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിലും ഓരോത്തിൻ്റെയും ശൈലി എന്തായിരുന്നു? വ്യത്യസ്തമായിരുന്നു അല്ലേ. 14 സൂഫി സംഘം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ശൈലികളാണ് അതിൽ കാണാനായിട്ട്
പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ആത്മീയ പദാവലികളിലെ സമാനതകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വംശീയ വിവേചനങ്ങളും അതുപോലെ തന്നെ വർഗശ്രേഷ്ഠതയും മതപരമായ വ്യത്യാസങ്ങളും ഇല്ലാതാക്കുന്നതിലേക്കാണ് സൂഫികൾ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. സമൂഹത്തോടുള്ള അവരുടെ മനോഭാവം എല്ലാ മതങ്ങളുടെയും അനിവാര്യമായ ഐക്യത്തിലുള്ള വിശ്വാസത്തിൽ ദൃശ്യമായിരുന്നു. അതിനാൽ ജനങ്ങളെ വിശ്വാസികൾ അവിശ്വാസികൾ എന്നിങ്ങനെ തരംതിരിക്കുന്നതിനോട് അവർ യോജിച്ചിരുന്നില്ല. പകരം അവർ സാർവത്രിക സാഹോദര്യം യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന ആശയം ജനകീയമാക്കി. യൂണിവേഴ്സൽ ബ്രദർഹുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ വിശ്വാസികൾ അവിശ്വാസികൾ അങ്ങനെ വേണ്ട, നമുക്ക് എന്ത് വേണം, നമ്മളൊരു സാർവത്രികമായിട്ടുള്ള സാഹോദര്യം എപ്പോഴും നിലനിർത്തണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സൂഫികൾ അമുസ്ലിം പാരമ്പര്യങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ചുവെങ്കിൽ സൂഫികൾ വഴി പ്രാദേശിക ഇന്ത്യൻ സമൂഹങ്ങളും പാരമ്പര്യങ്ങളും ഇസ്ലാമിൻ്റെ തത്വങ്ങളാലും സ്വാധീനിക്കപ്പെട്ടു. വിഗ്രഹാരാധനയ്ക്കെതിരെയും വിമർശനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രയോജനമില്ലാത്ത ആചാരങ്ങൾ ഉപേക്ഷിക്കലും മാനുഷിക സമത്വത്തിന് ഊന്നൽ നൽകുന്നതും ഏകദൈവത്തോടുള്ള ആരാധനയും അമിതമായ ഭക്തിയും എല്ലാം സൂഫിസത്തിൽ കണ്ടെത്താൻ കഴിയും. വിഗ്രഹാരാധനയെ ശക്തമായി ആരെതിർത്തു? സൂഫിസക്കാർ എതിർത്തിരുന്നു. അതുപോലെ തന്നെ സൂഫികളുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു എന്താണ്, ബഹുമത ബഹുഭാഷാ സ്വഭാവത്തോട് സൂഫികൾ ആഴമേറിയതും യാഥാർത്ഥവുമായ മതിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവർക്ക് ഹിന്ദി വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഭക്തി സന്യാസിമാർ രചിച്ച ഹിന്ദു ഭക്തി ഗാനങ്ങൾ അവർ ആസ്വദിച്ചു. അതുപോലെ തന്നെ പ്രാദേശിക ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ സൂഫികൾ പ്രാദേശിക ഭാഷകൾ സ്വീകരിച്ചു. ഉറുദു, ഹിന്ദി, ഡെക്കാനി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളുടെ വളർച്ചയ്ക്ക് അവർ ഏറെ സംഭാവനകൾ നൽകിയെന്നത് വസ്തുതയാണ്. പിന്നെ അതുപോലെ തന്നെ സൂഫി സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഷെയ്ഖ് മുഹിയുദ്ദീൻ ചിശ്തി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെയധികം പ്രാധാന്യം ഉണ്ട് നമ്മുടെ സൂഫിസത്തിൻ്റെ കാര്യത്തിലാവുമ്പോൾ. അതെന്താ പറയുന്നത്, മതപരമായ കർത്തവ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, നഗ്നർക്ക് വസ്ത്രങ്ങൾ നൽകുക, ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതായിരുന്നു അല്ലേ. ഷെയ്ഖ് മുഹിയുദ്ദീൻ അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ്, മതപരമായ കർത്തവ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം എന്താണ്, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുകയും ദുരിതം അനുഭവിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അല്ലേ. സൂഫികൾ പ്രധാനമായിട്ടും മനുഷ്യരാശിയെ സേവനത്തിൽ അല്ലെങ്കിൽ മനുഷ്യരാശിയെ സേവിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്താണ്, എങ്ങനെയാണ്, അശരണർക്ക് വേണ്ടിയുള്ള അവരുടെ കരുതൽ അവരുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. ഹിന്ദുക്കളെയും ഹിന്ദുമതത്തെയും കുറിച്ചുള്ള അവരുടെ ധാരണ അവരെ ഒരുപാട് പേരോട് അടുപ്പിച്ചു. അതുപോലെ തന്നെ സൂഫികൾ പ്രധാനമായിട്ടും അഹിംസയ്ക്ക് ശക്തമായി എതിർപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. മൃഗങ്ങളെ കൊല്ലുന്നതും ബലി കൊടുക്കുന്നതും അവർ അംഗീകരിച്ചിരുന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂഫി സംഘത്തിലെ മറ്റൊരു വിഭാഗക്കാർ നമ്മൾ പറഞ്ഞു 14 സൂഫി സംഘക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവരിൽ കുറച്ച് പേര് പറയുന്നുണ്ട്, സാധാരണ മനുഷ്യരുമായിട്ട് വിശേഷിച്ച് കർഷകരുമായിട്ടുള്ള സൂഫികൾ നേരിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് നികുതി ഇളവ് നൽകണമെന്നും അവർ ഭരണാധികാരികളോട് അഭ്യർത്ഥിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സൂഫി വിഭാഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ഷെയ്ഖിൻ്റെ മുന്നിൽ കുമ്പിടുക, സന്ദർശകർക്ക് വെള്ളം നൽകുക, ഒരു ആത്മീയ സംഘത്തിൽ പുതുതായി പ്രവേശിക്കുന്നവരുടെ തല മുണ്ഡനം ചെയ്യുക, സംഗീത വിരുന്നുകൾ നടത്തുക, കഠിനമായ സന്യാസ വ്യായാമങ്ങൾ എന്നിവ ബുദ്ധമതവും യോഗാഭ്യാസങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇന്ത്യക്കാരുടെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നു. പക്ഷേ ജാതി വ്യവസ്ഥയായാലും അനാചാരങ്ങളെയും ആര് ശക്തമായി എതിർത്തു? സൂഫിക്കാർ ശക്തമായി എതിർത്തു. അങ്ങനെ ഹിന്ദുക്കളോടും ഹിന്ദുമതത്തോടുമുള്ള സൂഫികളുടെ മനോഭാവം സഹാനുഭൂതിയിലും യോജിപ്പിലും അധിഷ്ഠിതമായിരുന്നു. കാരണം എന്താണ്, എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത പാതകളിലാണെന്ന് അവർ വിശ്വസിച്ചു അല്ലേ. നമ്മളിപ്പോൾ ഹിന്ദുമതത്തിലായാലും അതുപോലെ തന്നെ ഇസ്ലാമിലായാലും
അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനം അല്ലേ, അതുപോലെ തന്നെ സൂഫിസത്തിലായാലും ലളിതമായിട്ടുള്ള ജീവിതത്തെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് രണ്ടെണ്ണത്തിലും നമ്മുടെ ഹിന്ദു മതത്തിലായാലും അതുപോലെ തന്നെ മുസ്ലിമിലായാലും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലായാലും എന്താണ് അവിടെ പറയുന്നത്, പ്രധാനമായിട്ടും ലളിതമായിട്ടുള്ള ജീവിതവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നിവ അല്ലെങ്കിൽ സാർവത്രിക സാഹോദര്യം എന്നിവയ്ക്കാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് സൂഫിസത്തെക്കുറിച്ചും നമ്മൾ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഓരോ വ്യക്തികളെക്കുറിച്ചും കബീർദാസ് അതുപോലെ തന്നെ ഗുരുനാനാക്ക് എന്നിവരെ കുറിച്ചൊക്കെ തന്നെയും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.